പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമകാലിക സംവാദത്തിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ മകൻ അബ്ദുൽ ഹക്കീം അസ്ഹരി ഒരു പരിപാടിക്കിടെ ചോദ്യോത്തരവേളയിൽ ഗുജറാത്ത് വംശഹത്യ പോലെയുള്ള മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന കടുത്ത പീഡനങ്ങൾക്ക് പ്രതിരോധമായി ലോകത്ത് ഇസ്ലാമിക ഐക്യം, ഒരു സംഘടന രൂപവൽക്കരിക്കാത്തത് എന്താണ് എന്ന ചോദ്യത്തിന് ഉത്തരമായി അദ്ദേഹം പറഞ്ഞത്, മുസ്ലിങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിന് കാരണം അവർ നമസ്കരിക്കാത്തതാണ്. അതുകൊണ്ട് എല്ലാവരും നമസ്കാരത്തിലേക്ക് മടങ്ങുകയാണ് ഇത്തരം പ്രതിസന്ധികൾക്ക് പരിഹാരം എന്നതാണ്. അത് സോഷ്യൽ മീഡിയയിൽ വളരെ ചർച്ചയായി മാറിയിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് ഇന്ന് ഞാൻ ശ്രമിക്കുന്നത്. ലോകത്ത് 3 തരം ഇസ്ലാമിനെയാണ് പരിചയപ്പെടുത്തപ്പെടുന്നത്. ഒന്ന് അങ്ങേയറ്റം പ്രതിലോമപരമായ മിലിറ്റന്റ് ഇസ്ലാമാണ്. അബൂബക്കർ ബാഗ്ദാദിയും ഉസാമ ബിൻ ലാദനും ഒക്കെ മുന്നോട്ട് വെക്കുന്ന ലഷ്കർ-ഇ ത്വയ്ബ, അൽ ഖാഇദ, ഹിസ്ബുൽ മുജാഹിദീൻ എന്നൊക്കെയുള്ള പലതരം പേര് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിനെ പ്രതിരോധിക്കാൻ ആയുധമെടുക്കുകയാണ് വേണ്ടത്, ഇസ്ലാമിൻ്റെ സംരക്ഷണത്തിന് ആയുധമെടുക്കുകയാണ് വേണ്ടത് എന്ന അർത്ഥത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സായുധ ഇസ്ലാം. ഇത് ഇസ്ലാമുമായി യാതൊരു ബന്ധമില്ലാത്തതാണ് എന്നും ഇസ്ലാം വിരുദ്ധ ശക്തികൾ അവർക്ക് ഇസ്ലാമിനെ ആക്രമിക്കാൻ വേണ്ടി അവർ സൃഷ്ടിച്ചു വിട്ടതാണ് എന്നും ഇപ്പോൾ ലോകത്താകമാനം അറിയപ്പെട്ട ഒരു കാര്യമായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പം അത്തരം സംഘടനകളെ കുറിച്ച് കേൾക്കുകയോ അത്തരം ഒരു മിലിറ്റന്റ് ഇസ്ലാം എന്ന തരത്തിലുള്ള ഒരു വ്യാഖ്യാനം, ഒരു ആഖ്യാനം, അത് തന്നെ ഏതാണ്ട് അസ്തമിച്ചു പോയിരിക്കുന്നു. പിന്നെ ഉള്ളത് അരാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട ഒരു ഇസ്ലാമാണ്. ആചാര അനുഷ്ഠാനങ്ങളാൽ ബന്ധിതമായി മനുഷ്യന്റെ സ്വകാര്യ ജീവിതത്തിൽ ചില ആരാധനകളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഇസ്ലാം. ഇതിന് സൂഫി ഇസ്ലാം എന്ന് പറയാറുണ്ട്. പക്ഷേ വിപ്ലവകാരികളായ അഹമ്മദ് സർഹിന്ദി, അതേപോലെ തന്നെ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി, ഇമാം ഗസാലി തുടങ്ങിയ ആളുകളൊക്കെ സൂഫി പണ്ഡിതന്മാരായിരിക്കെ തന്നെ രാഷ്ട്രീയ രംഗത്ത് ശക്തമായ നിലപാടുകളുമായി മുന്നോട്ട് പോയിരുന്ന ആളുകൾ തന്നെയായിരുന്നു. പക്ഷേ അത്തരം സൂഫി ചിന്തകൾ പിന്നീട് സമൂഹത്തെ അരാഷ്ട്രീയവൽക്കരിക്കുകയും പൊതുകാര്യങ്ങളിലൊന്നും ഇടപെടേണ്ടതില്ല, വ്യക്തിപരമായ സ്വകാര്യമായ ജീവിതത്തിൽ ദീനിൻ്റെ അനുഷ്ഠാനങ്ങളുമായി മുന്നോട്ട് പോയാൽ മതി എന്ന തരത്തിലുള്ള ഒരു ഇസ്ലാമാണ്. ഇതും ലോകത്ത് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ, ആരും ആ ഇസ്ലാമിനെ എതിർക്കാൻ നിൽക്കുകയില്ല, ആരെയോ ആരാധിച്ചു പോയിക്കോട്ടെ, അതിനൊരു പ്രശ്നവും ഇല്ല എന്ന തരത്തിൽ അതും ഒരു ഇസ്ലാം വിരുദ്ധ ശക്തികളെ സംബന്ധിച്ചിടത്തോളം അലോസരമുണ്ടാക്കുന്ന ഒരു സംഗതിയല്ല. മൂന്നാമത്തെ ഇസ്ലാം എന്ന് പറയുന്നത് വിമോചന മുഖമുള്ള, വിപ്ലവ മുഖമുള്ള യഥാർത്ഥ ഇസ്ലാമാണ്. മൂസ അലൈഹിസ്സലാം അഥവാ മോസസ്, ഈസ അലൈഹിസ്സലാം അഥവാ ജീസസ്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തുടങ്ങിയ പ്രവാചകന്മാരും അതിനുശേഷമുള്ള സലാഹുദ്ദീൻ അയ്യൂബിയെ പോലെയുള്ള അല്ലെങ്കിൽ ഇമാം ഗസാലിയെ പോലെയുള്ള പരിഷ്കർത്താക്കളും മുന്നോട്ട് വെച്ച യഥാർത്ഥ ഇസ്ലാമാണ് അത്. ഇതാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ അധികാര ശക്തികളെ അലോസരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവർ അനീതിക്ക് കൂട്ടുനിൽക്കുകയില്ല, അധർമ്മത്തെ അംഗീകരിക്കുകയില്ല, അക്രമത്തെ തരിമ്പും സമ്മതിക്കുകയില്ല. അങ്ങനെ അത് തങ്ങളുടെ ദീനീ ബാധ്യതയായി തന്നെ, ഇസ്ലാമിക ബോധത്തിൻ്റെ ഭാഗമായി തന്നെ, തങ്ങളുടെ ഇസ്ലാമിക ജീവിത രീതിയിൽ പെട്ടതാണ് എന്ന രൂപത്തിൽ ഇസ്ലാമിനെ മനസ്സിലാക്കുന്ന, ലോകത്തിനാകമാനം വിമോചനം നൽകേണ്ട പ്രത്യയശാസ്ത്രമാണ് ഇസ്ലാം എന്നും ആ ഇസ്ലാമിക പ്രത്യയശാസ്ത്രത്തിൻ്റെ വിമോചന വിപ്ലവ വശത്തെ ലോകത്തിന് പരിചയപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു ഇസ്ലാമാണ്. ഇതാണ് യഥാർത്ഥ ഇസ്ലാം. ഇതിനെ ലോകത്ത് മതരാഷ്ട്രവാദമായും ഭീകരവാദമായും മറ്റ് പലതരത്തിലുള്ള എന്തെല്ലാം അശ്ലീല വാക്കുകൾ കൊണ്ട് അവർക്ക് അതിനെ പ്രയോഗിക്കാൻ കഴിയുമോ അങ്ങനെയെല്ലാം പ്രയോഗിച്ചുകൊണ്ട്
അതിനെ അപരവൽക്കരിക്കാനും അതിനെ പാർശ്വവൽക്കരിക്കാനും ഒക്കെയുള്ള ശ്രമം സാധാരണ ഇസ്ലാം വിരുദ്ധ ശക്തികൾ നടത്താറുണ്ട്. അത്തരക്കാരായ ആളുകൾക്ക് അവരുടെ ആശയങ്ങളെ അരക്കിട്ടുറപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവനയായി പോയി ജനാബ് അബ്ദുൽ ഹക്കീം അൽ അസ്ഹരിയുടെ പ്രസ്താവന എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അദ്ദേഹത്തിൻ്റെ ആ സ്റ്റേറ്റ്മെന്റ് വളരെ കൃത്യമാണ്, ആ സ്റ്റേറ്റ്മെന്റ് വളരെ ശരിയാണ്. പക്ഷേ ആ സ്റ്റേറ്റ്മെന്റിനെ അദ്ദേഹം ഉപയോഗിച്ച രീതി തീർത്തും അരാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട ഒരവസ്ഥയിലായി പോയി എന്നത് മാത്രമാണ് പ്രശ്നം. നമസ്കാരം ഉപേക്ഷിക്കുന്നത് തന്നെയാണ്, അഥവാ ഒരു മുസ്ലിമിന്റെ ഇസ്ലാമികമായ ബോധം അവനിൽ നിന്നും നഷ്ടപ്പെടുന്നതാണ് അവർ പീഡിപ്പിക്കപ്പെടുന്നതിനും ആക്രമിക്കപ്പെടുന്നതിനും ഒക്കെയുള്ള കാരണം. യഥാർത്ഥത്തിൽ നമസ്കാരത്തിലൂടെ ഒരു വ്യക്തി ആയിത്തീരേണ്ടത് നേരത്തെ പറഞ്ഞ ലോകത്തിന് മുഴുവൻ താങ്ങാകുന്ന തണലാകുന്ന ഒരു വ്യക്തിയായി മാറുക എന്നതാണ്. ആരാധനാകർമ്മങ്ങൾ കേവലം ആരാധനാകർമ്മങ്ങളല്ല. ആരാധനാകർമ്മങ്ങളുടെ ലക്ഷ്യം, നമസ്കാരത്തിന്റെ ലക്ഷ്യം കേവലം കുമ്പിട്ട് നിവരുക എന്നതല്ല. അതുകൊണ്ട് മനുഷ്യന് ഉണ്ടായിത്തീരേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഗുണമുണ്ട്. ആ ഗുണമുണ്ടാക്കിയെടുക്കുക എന്നതാണ്. അഥവാ നമസ്കാരം പോലെയുള്ള ഇബാദത്തുകൾ, ആരാധനാകർമ്മങ്ങൾ കൊണ്ട് ലക്ഷ്യമാക്കുന്നത് ഈ ഭൂമുഖത്ത് മനുഷ്യന്റെ ദൗത്യം എന്താണോ ആ ദൗത്യ നിർവഹണത്തിന് അവനെ യോഗ്യനാക്കുക, അവനെ പര്യാപ്തനാക്കുക എന്നതാണ്. അതിന് ഉതകാത്ത നമസ്കാരം കൊണ്ടും കാര്യമില്ല. അതിന് ഉതകാത്ത നമസ്കാരമാണ് നമ്മുടെ സമൂഹത്തിലെ മഹാഭൂരിപക്ഷവും നിർവഹിക്കുന്നത് എന്നതുകൂടിയാണ് മുസ്ലിങ്ങൾ ഇപ്പോൾ ആക്രമിക്കപ്പെടുന്നതിനും പീഡിപ്പിക്കപ്പെടുന്നതിനുമൊക്കെയുള്ള കാരണം. അദ്ദേഹം അബ്ദുൽ ഹക്കീം അസ്ഹരി പറയുന്നുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് സംഘപരിവാർ ശക്തികളെ നിയോഗിച്ചത് നമസ്കരിക്കാത്തവരെ ശിക്ഷിക്കാനായി. ആ പ്രയോഗത്തിന് സൂക്ഷ്മത കുറവുണ്ട്. വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ സത്യം, ലതഅ്മുറുന്ന ബിൽ മഅറൂഫ് വലതൻഹൗന അനിൽ മുൻകർ, നിങ്ങൾ ലോകത്ത് നന്മ സംസ്ഥാപിക്കുക തന്നെ വേണം, നിങ്ങൾ ലോകത്ത് തിന്മ നിരോധിക്കുക തന്നെ വേണം. ഔല യൂഷിക്കനല്ലാഹു അസ്സ വജല്ല അൻ യബ്അസ അലൈക്കും അദാബൻ മിൻ ഇൻദിഹി സുമ്മ തദ്ഉനഹു ഫലാ യുസ്തജാബ് ലഹു, നിങ്ങൾ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മേൽ ദുഷ്ടരായ ഭരണാധികാരികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിക്കും. അപ്പോൾ നിങ്ങൾ പിന്നീട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും, അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കുകയില്ല. അപ്പൊ ലോകത്ത് മനുഷ്യന്റെ ദൗത്യം എന്താണോ, ഒരു സത്യവിശ്വാസിയുടെ ദൗത്യം എന്താണോ ആ ദൗത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ലോകത്ത് ഇടപെടാൻ സത്യവിശ്വാസി സമൂഹം സന്നദ്ധമായിട്ടില്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മേൽ ദുഷ്ടന്മാരായ ഭരണാധികാരികളെ നിയോഗിക്കും. അങ്ങനെ നിയോഗിച്ചാൽ പിന്നീട് നിങ്ങൾ അവർക്കെതിരെ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ പോലും അള്ളാഹു സ്വീകരിക്കുകയില്ല. ഇതിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കേണ്ട ആശയം എന്താണ്? നിങ്ങൾ ലോകത്ത് നന്മ സംസ്ഥാപിക്കുകയും വിരോധിക്കുകയും ചെയ്യാനുള്ള ശ്രമം വ്യവസ്ഥാപിതമായി സംഘടിതമായി നടത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് മേൽ ദുഷ്ടരായ ഭരണാധികാരികൾക്ക് അധികാരം വാഴാൻ അള്ളാഹു അനുവദിക്കുകയില്ല. വഅദല്ലാഹു അല്ലദീന ആമനൂ മിൻകും വഅമിലു സ്വാലിഹാത്തി ലിയസ്തഖ്ലഫന്നകും കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം വലയുമക്കിനന്ന ലഹും ദീനഹും അല്ലദീ ഇർതദാ ലഹും വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംന യുഅ്മിനൂനനി വലാ യുശ്രികൂന ബി ശൈഅ എന്ന് അല്ലാഹു പറയുന്നുണ്ട്. വഅദല്ലാഹു, അല്ലാഹു വാഗ്ദാനം നൽകിയിരിക്കുന്നു, ആമനൂ മിൻകും വഅമിലു സ്വാലിഹാത്തി, നിങ്ങളിൽ സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്നവർക്ക് ലിയസ്തഖ്ലിഫന്നഹും ഫിൽ അർദി, ഭൂമിയിൽ ഖിലാഫത്ത് നൽകാമെന്ന്, കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം, നിങ്ങൾക്ക് മുൻപുള്ളവർക്ക് ഖിലാഫത്ത് നൽകിയതുപോലെ. അപ്പൊ ഭൂമിയിൽ അള്ളാഹുവിന്റെ പ്രാതിനിധ്യം നിങ്ങൾക്ക് നൽകും അല്ലാഹു സുബ്ഹാനഹു വ തആല. നിങ്ങൾ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ ആ ദൗത്യം നിർവഹിക്കാതിരുന്നാൽ നിങ്ങൾക്ക് മേൽ ദുഷ്ടന്മാരായ ആളുകൾ അധികാരം വാഴും. അപ്പോൾ അവർ നിങ്ങളെ പീഡിപ്പിക്കും, അവർ നിങ്ങളെ കഷ്ടപ്പെടുത്തും. ഇപ്പൊ നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും, അപ്പോൾ അള്ളാഹു അതിന് ഉത്തരം നൽകുകയില്ല എന്ന് പറയുമ്പോൾ അതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത് നിങ്ങൾ രാഷ്ട്രീയമായ ഇടപെടൽ നടത്തണമെന്നത് തന്നെയാണ്.
സലാത്ത് നമസ്കാരത്തെക്കുറിച്ച് ശുഐബ് നബിയോട് ശുഐബ് നബിയുടെ ജനത ചോദിക്കുന്നുണ്ട്. ഖാലു യാ ശുഐബു അസലാത്തുക അതഅമുറുക അൻ നത്രുക മാ നഅബ്ദു ആബാഉന ഔ അൻ നഫ്അല ഫീ അംവാലിനാ മാ നശാ. ശുഐബേ, ഞങ്ങൾ പാരമ്പര്യമായി ആരാധിച്ചു പോരുന്ന ഞങ്ങളുടെ ദൈവങ്ങളെ നിരാകരിക്കണമെന്ന് നിന്നെ കൊണ്ട് പറയിപ്പിക്കുന്നത് നിന്റെ നമസ്കാരമാണോ? അതേപോലെ തന്നെ ഞങ്ങളുടെ സമ്പത്ത്, ഞങ്ങൾ ഉണ്ടാക്കിയ ഞങ്ങളുടെ സമ്പത്ത് ഞങ്ങളുടെ ഇഷ്ടം പോലെ പെരുമാറാൻ അത് ചെലവഴിക്കാൻ പാടില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് തോന്നിയതുപോലെ പെരുമാറാൻ പാടില്ല എന്നും നിന്നെ കൊണ്ട് പറയിപ്പിക്കുന്നത് നിന്റെ നമസ്കാരമാണോ? അതാണ് യഥാർത്ഥ നമസ്കാരം. ഇത് പറയിപ്പിക്കാൻ യോഗ്യതയുള്ള നമസ്കാരമായിരിക്കണം മുസ്ലിം സമൂഹം നിർവഹിക്കേണ്ടത്. അഥവാ മുസ്ലിം സമൂഹം നമസ്കാരം നിർവഹിക്കുകയാണെങ്കിൽ ആ നമസ്കാരം കൊണ്ട് ആ സമൂഹത്തിനുണ്ടാകേണ്ടുന്ന ഗുണം ലോകത്ത് നടക്കുന്ന എല്ലാ തിന്മകളെയും തട്ടിക്കേൾക്കുവാനുള്ള, അതിനെ ചോദ്യം ചെയ്യുവാനുള്ള യോഗ്യതയുണ്ടായിരിക്കുക എന്നതാണ്. ഏത് തിന്മ കണ്ടാലും അത് ഞങ്ങൾ കണ്ടില്ല, ഞങ്ങൾ അറിഞ്ഞില്ല, പറയുന്നത് കേട്ടില്ല, ഇവിടെ അങ്ങനെയൊന്നുമില്ല എന്നൊക്കെ പറയുകയല്ല. മർറആ മുൻകറൻ ഫൽയുഗയ്യിറു ബിയദി എന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. ആരെങ്കിലും ഒരു തിന്മ കണ്ടാൽ അവനത് കൈകൊണ്ട് തന്നെ തടയട്ടെ. ഫമല്ലം യസ്തതി ഫബിലിസാനി, അങ്ങനെ കൈകൊണ്ട് തടയാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ നാവ് കൊണ്ട് തടയട്ടെ. ഫമല്ലം യസ്തതി ഫബിഖൽബി, അതിനും കഴിയാത്ത അവസ്ഥയാണെങ്കിൽ മനസ്സുകൊണ്ടെങ്കിലും തടയട്ടെ. തെറ്റുകളോട് രാജിയാകാനല്ല, തെറ്റിന്റെ വക്താക്കളോട് ചേർന്ന് നിന്നുകൊണ്ട് അവരെ സുഖിപ്പിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ ഇറക്കലല്ല, തെറ്റുകളെ ചോദ്യം ചെയ്യുകയാണ് വേണ്ടത്. അധർമ്മങ്ങളെ അംഗീകരിക്കാതിരിക്കുകയും അധർമ്മങ്ങൾക്കെതിരെ ശക്തമായ നിലപാടെടുക്കുകയും അത് ഏതെങ്കിലും മതസംസ്ഥാപനത്തിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംസ്ഥാപനത്തിന്റെ ഭാഗമായിട്ടോ കണക്കാക്കുന്നതിന് പകരം മാനവികതയുടെ സുഗമമായ നിലനിൽപ്പിന്, മനുഷ്യ മന്വന്തരങ്ങൾ ഈ ലോകത്ത് സ്വസ്ഥവും സമാധാനപൂർണമായും ജീവിക്കണമെങ്കിൽ അധർമ്മത്തിന്റെ നീരാളികളെ ഇല്ലായ്മ ചെയ്യുക എന്നത്, അക്രമത്തിന്റെ വിഷച്ചെടികളെ പിഴുതെറിയുക എന്നത് ഈ മാനവ സമൂഹത്തെ സ്നേഹിക്കുന്നവരുടെ ബാധ്യതയാണ്. ഇതാണ് വിശ്വാസികൾ അവരുടെ നമസ്കാരത്തിലൂടെ നേടിയെടുക്കേണ്ടത്. ആ തരത്തിലുള്ള നമസ്കാരമില്ലായ്മ തന്നെയാണ് മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നം. അപ്പോൾ നമ്മൾ നമസ്കരിക്കുന്ന ആളുകളായിരിക്കെ ആണെങ്കിൽ ആ നമസ്കാരത്തിലൂടെ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലും നമ്മുടെ സാംസ്കാരിക ജീവിതത്തിലും നമ്മുടെ സാമ്പത്തിക ജീവിതത്തിലും നമ്മുടെ പൊതുമണ്ഡലങ്ങളിലെല്ലാം അതിൻ്റെ ഗുണഫലങ്ങൾ സമൂഹത്തിന് അനുഭവിക്കാൻ കഴിയുന്നത് പോലെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുന്ന ഒരു ജനത ഉയർന്നു വരിക എന്നതാണ്. ആ അർത്ഥത്തിലേക്ക് ഈ പാഠത്തെ വായിക്കാൻ അബ്ദുൽ ഹക്കീം അസ്ഹരിക്കും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള മറ്റാളുകൾക്കും കഴിയട്ടെ. ഈ ഒരു പ്രസ്താവന അതിലേക്കുള്ള ഒരു ദിശാസൂചകമായി അദ്ദേഹത്തിന് മാറട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ വലാ തഫറഖു എന്ന് പറഞ്ഞത് നിങ്ങൾ ഭിന്നിച്ചു പോകരുത്, നിങ്ങൾ കക്ഷികളായി തീരരുത് എന്ന് പറഞ്ഞത് രണ്ട് കാര്യത്തിലാണ്. ഒന്ന്, വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖു, നിങ്ങൾ എല്ലാവരും ചേർന്ന് അള്ളാഹുവിൻ്റെ ഹബ്ലിനെ മുറുകെ പിടിക്കുക, അള്ളാഹുവിൻ്റെ കയറിനെ അഥവാ അള്ളാഹുവിൻ്റെ ദീനിനെ. ഈ ലോകത്ത് അള്ളാഹുവിൻ്റെ ദീൻ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും ചേർന്ന് അതിനെ മുറുകെ പിടിക്കുക, അതിൽ നിങ്ങൾ ഭിന്നിക്കരുത്. ശറഅ ലക്കും മിന ദീനി മാ വസ്സാ ബിഹി നൂഹൻ വല്ലദീന ഔഹൈനാ ഇലൈഹി കമാ വസ്സൈനാ ബിഹി ഇബ്രാഹിം വ മൂസ വ ഈസ അൻ അഖീമുദ്ദീന വലാ തതഫറഖൂ, നിങ്ങൾ അള്ളാഹുവിൻ്റെ ദീനിനെ സംസ്ഥാപിക്കുക, ആ കാര്യത്തിൽ നിങ്ങൾ ഭിന്നിക്കരുത്. ഈ രണ്ട് കാര്യത്തിലാണ് ഖുർആൻ നിങ്ങളോട് ഭിന്നിക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ മുസ്ലിം സമൂഹം ഭിന്നിച്ചു നിൽക്കുന്നതും ഇതേ കാര്യത്തിൽ തന്നെയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് എല്ലാ മുസ്ലിം സംഘടനകളും അവരുടെ നമസ്കാരം കൊണ്ടുണ്ടാകേണ്ടുന്ന നേട്ടം നമ്മുടെ പൊതുമണ്ഡലങ്ങളിൽ ദീനിന്റെ ഗുണങ്ങൾ ലോകത്തിന് അനുഭവിക്കാൻ കഴിയുന്ന ഒരു സംവിധാനത്തെ സൃഷ്ടിച്ചെടുക്കുവാനുള്ള ശ്രമത്തിന്റെ ഭാഗമാവുക എന്നതാണ്. ലോകത്ത് കേരളത്തിലുള്ള എല്ലാ മുസ്ലിം സംഘടനകളും ഈ കാര്യത്തിൽ ഭിന്നിക്കരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിനെ അക്ഷരാർത്ഥത്തിലെടുത്ത് ആ അർത്ഥത്തിൽ ഏകീകരിക്കുവാൻ, എന്നിട്ട് ലോകത്ത് തിന്മയുടെ വൈതാളികരെ ഇല്ലായ്മ ചെയ്യുവാനും നന്മയുടെ ഒരു പുതിയ താരോദയം ഈ ലോകത്ത് ഉണ്ടാക്കുവാനുമുള്ള പരിശ്രമത്തിന്റെ ഭാഗമാകാൻ നമുക്കേവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.